സോ ഹേ ഗൈസ്, എൻ്റെ പോക്കിമോൺ ഗ്ലിച്ചിൻ്റെ മൂന്നാമത്തെ പാർട്ടായിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇന്ന് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ നമുക്കത് ചെയ്യാം. പിന്നെ കഴിഞ്ഞ പാർട്ടിന് അത്ര റെസ്പോൺസ് പോരായിരുന്നു. സോ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. സോ ഞാനൊന്ന് പോക്കിമോൻ ഒന്ന് ഹീൽ ചെയ്തോട്ടെ. ലൈഫ് ഭയങ്കര കുറവാണ്. നേഴ്സ് ഭയങ്കര പയ്യാണ് കേട്ടോ. ഈ പരിപാടിയാണ് ഇച്ചിരി സ്പീഡാക്കിയിട്ടുണ്ടെങ്കിൽ കൊള്ളായിരുന്നു. അതാണ് ഇച്ചിരി ശോകം. പയ്യെ ചെയ്യണോണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാം ചെയ്യാൻ പറ്റണമെന്നില്ല. ഇതെന്താ ഈ വീട്ടിലെന്താ നോക്കട്ടെ. തന്തപ്പടിയാണ് പിടിയൻ. ചെക്കനെന്താ പറയുക? നമുക്ക് ബെൽസ്പ്രോട്ട് ഉണ്ടെങ്കിൽ നമുക്കതിനെ ഓണക്സുമായിട്ട് ട്രേഡ് ചെയ്യാം. അതൊരു നല്ല ഓഫറാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ കുറേ അധികം ബെൽസ്പ്രോട്ട് ഉണ്ട്. ഇതെന്താ സ്ഥലം? അപ്പോൾ കുറേ ട്രേഡ് ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ അവൻ പറയണത്. ഇത് സ്കൂളാണ് ഗൈസ്. ഓക്കെ, ഓരോ എഫക്റ്റിനെ കുറിച്ചും പറഞ്ഞു തന്നെയാണ്. കണ്ട സ്ലീപ്പ്, ബേൺ, ഫ്രീസ് ഒക്കെ അതൊക്കെ എന്തെങ്കിലും കിട്ടിയത് പോവാം. നമുക്ക് ജിം എടുക്കണം. ജിമ്മ് തീർക്കാം. എല്ലാം ജിം ലീഡറെ തോപ്പിച്ചിട്ട് ബാക്കി എല്ലാ കാര്യവും ചെയ്യാം. അതിന് മുമ്പ് ഞാൻ എന്തെങ്കിലുമൊക്കെ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടാകാൻ നോക്കിയിട്ട് കീബോർഡ് വേണ്ട. ഇത് നല്ലതൊന്നുമില്ല. വല്ല സൂപ്പർ ഹീലോ വല്ലതും കിട്ടാൻ നോക്കാൻ പോയത്. പക്ഷേ പറ്റിച്ചേ ചേച്ചി എന്തൊക്കെ ബ്ലാബൊക്കെ പറയാനുണ്ട്. സോ നമുക്കിനി പൊക്കത്തോട്ടില്ല, ഇതിൽ പൊക്കത്തോട്ടൊന്ന് കാണിക്കാം. നമുക്കങ്ങനെ തോന്നും. സോ നമുക്കെന്തായാലും നമ്മുടെ പോക്കിമോൺസിനെ ജിം ലീഡറെ തോപ്പിക്കാൻ പറ്റുന്ന അത്ര ലെവലായിട്ടില്ല. സോ ഞാൻ എന്തായാലും ലെവലാക്കട്ടെ. എന്നുവെച്ചാൽ ഭയങ്കര ലെവൽ കുറവാണ്. പോക്കിമോൺസിനെയൊക്കെ ഒന്ന് ലെവലപ്പ് ചെയ്തിട്ട് വേണം ഒന്ന് സെറ്റാക്കാൻ. അല്ലെങ്കിൽ വെറുതെ കയറി കൊടുത്താൽ നമ്മളെ തലക്കെട്ടടിക്കാൻ മതി. ഈ പുല്ലിൽ നമുക്ക് കിട്ടുന്ന പോക്കിമോൺ എന്ന് പറഞ്ഞാൽ ഇതിനെ കിട്ടുന്ന പേരും പറഞ്ഞില്ല. തന്നെ ഈ പിജിയും കിട്ടും. പിന്നെ നിങ്ങിപ്പോൾ വാട്ടർ ടൈപ്പ് പോക്കിമോൺ ടോട്ടോട്ടാലിന് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ഫയർ ടൈപ്പ് പോക്കിമോൺ ഇവിടെ കിട്ടും. അതിനെ കാണിച്ചു തരാം. സോ വെയിറ്റ് ചെയ്യുക. പിന്നെ ആ പോക്കിമോനെ കിട്ടും. പിന്നെ ബെൽസ്പ്രോട്ടിനെ കിട്ടും. അങ്ങനെ 3 പോക്കിമോൻ കിട്ടും. രാത്രി ഇവിടെ ഗ്യാസിലിനെ കിട്ടും. ഗ്യാസിലും അടിപൊളിയാണ്. സോ ഞാനൊന്ന് എക്സ്പി കിട്ടട്ടെ. 5 വാറൊക്കെയാണ്. അതാണ് കിട്ടിക്കണ്ട. ബെൽസ്പ്രോട്ടിനെ കിട്ടും. അങ്ങനെ കുറച്ചധികം പോക്കിമോനെ കിട്ടും. സോ ഇങ്ങനൊന്ന് കൊല്ലട്ടെ. എന്തൊക്കെയൊരു 10ാമത്തെ ലെവലാണ്. പക്ഷെ മറ്റേ 5ാമത്തെ ലെവലായിട്ടുള്ളൂ. സോ അവനെ കൂടി ഡെവലപ്പാക്കി എടുക്കണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതിനൊരു അത്യാവശ്യം നല്ലൊരു അറ്റാക്കിങ്ങിൻ്റെ സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവനെ കൊണ്ട് എല്ലാം ചെയ്തു പോകും. നമ്മൾ ടാക്കിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ടാക്കിളിനോട് കിട്ടിയാണെന്ന് ചോദിക്കും. നമുക്കിപ്പോൾ ഫയർ ടൈപ്പ് ഒന്നും കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഉമ്മയൊക്കെ ടപ്പൊന്നും ഇല്ലായിരുന്നു. ഫയർ ടൈപ്പ് ഒന്നും കിട്ടിയിട്ടില്ല. സോ ഒന്നുകൂടി കുറച്ച് എക്സ്പി ആക്കട്ടെ. ഭയങ്കര കുറവാണ് എക്സ്പി ചെയ്തത്. നമ്മുടെ ചെക്കൻ മറ്റേ പോളിവാഗിന് ഇച്ചിരി എക്സ്പി ആക്കിയാൽ പിന്നെ പ്രശ്നമില്ല. അതുവരെ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരും. പോളിവാഗ് പയ്യാണ് എക്സ്പി ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് എക്സ്പി. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ എക്സ്പി ഒക്കെ ആക്കി ശരിയായിരുന്നു. പക്ഷെ ഇപ്പോൾ പയ്യാണ് വരുന്നത്.
ഇവനെ അടിച്ചു കൊല്ലട്ടെ. ചാവല്ലേ ചാവല്ലേ. ഓ അത്ര ഡാമേജൊന്നും അടിക്കൂല. അത് ക്രിട്ടിക്കലൊക്കെ അടിക്കുമെന്ന് പറഞ്ഞാൽ കണ്ട 15 XP ഒക്കെ കിട്ടണം. അത്യാവശ്യം ഒരു 80 XP ഉണ്ടല്ലോ. സോ ഈ പിജി മാത്രമാണ് കേസ് വേണ്ടത്. പിജി രോഗം. സോ എന്തായാലും യുദ്ധം കുഴിക്കാനായിട്ട് നമുക്ക് ഹീൽ ചെയ്യാൻ പോവാം. അല്ലെങ്കിൽ ചത്തു വന്നിട്ട് വെളിയിൽ അടിക്കാൻ പറ്റും. ഇത് നോക്കാം. ഓ അവൻ തന്നെ ടാക്കിളാണ്. പറ്റൂല കേസ്. പറ്റൂല ഇല്ല കേസ്. പറ്റൂല. അവന് ഇച്ചിരി XP ഉണ്ടാവും. കണ്ടോ? അല്ല അതൊന്നും നല്ല കാര്യമല്ലേ. അപ്പൊ വലിയ മറ്റേ ഫുൾ XP കിട്ടൂല. ഓ നല്ല കാര്യം. ഓ ജസ്റ്റ് ഒരു പൊടി. അപ്പൊ ഇവനോട് കിട്ടുമ്പോൾ ചിലപ്പോൾ ഇവൻ ഡെവലപ്പ് ആവും. ആയി അവൻ ഡെവലപ്പായി. ഓ ഹിപ്നോട്ടൈസ് ഇത് നല്ലതാണ്. ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് അവന്മാരെ ഉറക്കിയിട്ട് നമുക്ക് എന്തോരം ചെയ്യാം. അവനൊന്ന് ഹീലായിട്ട് HP കുറവാണ്. നമ്മിത്ര പയ്യൊക്കെ കേസ് പോണത് ശക്തിസാണ്. കേസ് വീഡിയോ പോയതിനെ കൊള്ളാൻ അല്ലേ. ഇത്തിരി സ്പീഡിൽ പോയിരുന്നെങ്കിൽ നമുക്ക് എത്ര പെട്ടെന്ന് എല്ലാ സ്ഥലത്തും എത്തായിരുന്നു. ഇത് ഭയങ്കര ഒറ്റിനെ പോലെയാണ് നീങ്ങുന്നത്. നമ്മൾ ഹീൽ ചെയ്തിട്ടുണ്ട്. ഈ അപ്പൂപ്പനല്ലേ മറ്റേ മിസ്റ്റർ പുച്ചുമൻ? അല്ല ഗൈസ്, ഇയാള് വെറുതെ ഞാനിപ്പോ എന്തായാലും ഹീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ വഴിയോടെ ഒന്ന് പോയിട്ടുണ്ടായി. പോകാനില്ല. ഈ വഴി ഒന്ന് ഇതെന്താ പോകാൻ പറ്റില്ല. പോകാൻ പറ്റും. ഇയാളെന്താ പറയണേ? ഒരാൾക്ക് എന്ത് വെച്ചു നമുക്ക് തരാമെന്നാണ്. സോ നമുക്കത് അടുത്ത പാർട്ടിയിൽ വല്ല നോക്കാം. സോ നമുക്ക് എന്തായാലും ഈ പാർട്ടിയിൽ നമ്മുടെ പോക്കി വിച്ചിനെയൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് ജിം ലീഡറിൻ്റെ അത്രയൊക്കെ എത്തിക്കാം. സോ ഞാൻ എന്താണ് ട്രെയിൻ ചെയ്തിട്ട് വരാം. സോ ഗൈസ് ഞാൻ പറഞ്ഞ പോക്കി വേണം കിട്ടി ഗൈസ്. മറ്റേ ഫയർ ടൈപ്പ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ സസ്പെൻസ്, അതാണിത്. സോ നമുക്കിതിനെ കൊല്ലാം. ഇതിൻ്റെ ആകെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് റോറെന്ന് പറയുന്നൊരു എബിലിറ്റി ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ പോയിക്കളയും. സോ ഞാൻ അതിന് പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. പറഞ്ഞു തരുന്നില്ലായിരുന്നു മുമ്പേ അത് റോർ ചെയ്ത് അതങ്ങനെ പോകും. സോ ഞാൻ അടുത്ത അതിനൊരെണ്ണത്തിനെ കിട്ടുമ്പോൾ റെക്കോർഡ് ചെയ്യാം. സോ ഗൈസ് കിട്ടി ഗൈസ്, രണ്ടാമത്തേനെ കിട്ടി. ഇതിനെങ്ങനെ പിടിക്കാൻ പറ്റുമോ ഗൈസ്? അത് പിന്നെ റോർ ചെയ്ത്. സോ അടുത്തതിനെ കിട്ടുമ്പോൾ പറയാം ഗൈസ് അടുത്തതിനെ കിട്ടി. സോ നോക്കട്ടെ ഇതിലെ നമുക്ക് പിടിക്കണ്ട ഗൈസ്, നമുക്ക് കൊല്ലാം ഗൈസ്. അതാ നല്ലത്. പിടിക്കാൻ നോക്കിയിട്ടൊന്നും പറ്റണില്ല, വെറുതെ ശോകമാണ്. സോ എന്തായാലും കൊല്ലാൻ നോക്കാം. ഒന്ന് XP കിട്ടും ഗൈസ്, അപ്പം അത് മതി. XP ഇട്ടിട്ടുണ്ടെങ്കിൽ 12ാമത്തെ ലെവലാവും ഇവൻ. 12ാമത്തെ ലെവലിലേക്ക് നമുക്ക് വേണമെങ്കിൽ ജിം ലീഡറെ തോപ്പിക്കാം ഗൈസ്. 12ാമത്തെ ലെവലേ ഞാൻ പറഞ്ഞില്ലേ. സോ അടുത്ത ഇതാകുമ്പോൾ ഞാൻ വന്ന് വിളിക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ബിൽസ് പ്രോട്ടിനെ കൊല്ലാറാക്കിയിട്ടുണ്ട്. സോ ഇവനൊന്ന് തല്ലിക്കൊല്ലിട്ട് ഇവരുടെ കൊല്ലുമ്പോൾ ചിലപ്പോൾ നമ്മൾ സെൻറ്റിക്ക് വലിയ 12ാമത്തെ ലെവലാവും. അങ്ങനെ വല്ല എബിലിറ്റികളും കിട്ടിയാൽ കൊള്ളാം. മറ്റേ ഫയർ ത്രോവറാ ഫ്ലെയിം ത്രോവറാ അങ്ങനെ എന്തെങ്കിലും. ഗൈസ് 12ാമത്തെ ലെവലായി സെറ്റ്. എലിംബറോ ഈംബർ അങ്ങനത്തെ സാധനം കിട്ടി. അതെന്ത് പോകാൻ അറിയാൻ പറ്റില്ല. സോ ഞാൻ എന്തായാലും ഹീൽ ചെയ്യാൻ വിളിച്ചിട്ട് ഓക്കെ. സോ ഹീൽ ചെയ്തിട്ടുണ്ട്. ഹീൽ ചെയ്യട്ടെന്ന് പെട്ടെന്ന് ഹീൽ ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങളോടൊക്കെ കടക്കാൻ. സോ നമുക്ക് ഇന്ന് മറ്റേ ജിം ലീഡറിൻ്റെ 2 ശിങ്കടികളെ കൊല്ലാന്നല്ല തോപ്പിക്കാം.
എന്നിട്ടും അടുത്ത പാർട്ടി വരുന്നത് ജിം ലീഡറെ തൊട്ട് ഗൈസ്. അതായിരിക്കും നല്ലത്. സുന്ദരനായി ഇങ്ങനെ തോപ്പിക്കട്ടെ. ഓക്കെ, ഫാൽക്കൺ എന്നാണ് ഈ ജിം ലീഡറിന്റെ പേര്. ഫാൽക്കൺ കൊള്ളാം. സോ രണ്ടുപേരാണ് ഈ ജിം ലീഡറിനുള്ളത്. സോ രണ്ടരെ തോപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജിം ലീഡറിലോട്ട് കിടക്കാൻ പറ്റും. സോ ഞാൻ എന്തായാലും ഇവനെ കൊല്ലുന്നുണ്ട്. ഇവന്മാരെന്നെ സ്പാരോയാണ്. സ്പാരോ പിജിയോട്ടൊക്കെയാണ്. പവർ സ്പാരോ പിജിയോട്ടൊക്കെ 111 XP കിട്ടിയ 111 XP. സോ എന്തായാലും നമ്മൾ അവനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ആള് എത്ര പൊക്കിയുണ്ടാവും എനിക്കറിയാൻ പാടില്ല. രണ്ടാമത്തെ ആൾക്ക് 2 പൊക്കിയുണ്ട്. അതുപോലെ ഒന്നാമത്തെ ആൾക്ക് 1 പൊക്കിയും രണ്ടാമത്തെ ആൾക്ക് 2 പൊക്കിയും. അപ്പം ലീഡറിന് 3 പൊക്കിയുണ്ടാവും. 1 പൊക്കിയാണ്. അത് 2 പൊക്കിയുണ്ടാവും. സോ നമ്മൾ ഇരുമ്പ് കിട്ടിയോണ്ട് തന്നെ കൊള്ള. ഫൈവ് മൂവ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും പെട്ടെന്ന് കൊല്ലാൻ പറ്റുന്നത്. പിജിയാണ് വേണ്ടത്. 2 പിജിയാണ് വേണ്ടത്. പിജി നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേണ്ടത് നമ്മുടെ ടീമിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് നമ്മൾ എടുക്കണമില്ല. ചത്തുപോകും. എനിക്ക് തോന്നണം നമുക്ക് ഈ വീഡിയോ തന്നെ നമുക്ക് ജിം ലീഡറെ തോപ്പിക്കാൻ പറ്റുമെന്നാണ്. പറ്റും ഗൈസ്, ജിം ലീഡറെ തോപ്പിക്കാം. സോ ഫാൽക്കണെ തോപ്പിക്കാൻ പോകുന്ന ഗൈസ് നമ്മൾ. പക്ഷേ അതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം ചെയ്യണം. വേറൊന്നുമല്ല, നമ്മളിവിടെ സേവ് ചെയ്യണം. സേവ് ചെയ്തില്ലെങ്കിൽ കളി പോകും ഗൈസ്, കളി തോറ്റു. സോ നമ്മൾ അതിനായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണം. സോ എല്ലാവരും പ്രാർത്ഥിക്കാൻ ജയിക്കാൻ വേണ്ടി. സോ ഗൈസ് ബാറ്റിലോട്ട് കിടക്കണം. നമ്മ ആദ്യത്തെ ജിം ലീഡർ ഫാൽക്കൺ. നമുക്ക് തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവന് എത്ര പൊക്കിയാനുണ്ടായിരുന്നു? ശരി നോക്കിയില്ല. എത്രയോ 2 പൊക്കിയാനിട്ട്. ഇവനെ കൊല്ലുമ്പോൾ നമ്മുടെ സിൻഡയ്ക്ക് 13ാമത്തെ ലെവലാകും ഗൈസ്. അതിൻ്റെ മസ്ലാപ്പ് ഉണ്ട്. അത് ഭയങ്കര എഫക്റ്റീവാണ്. നമുക്കത് സൂപ്പർ എഫക്റ്റീവാണ്. അത് ഷോപ്പ് മസ്ലാപ്പ് നമുക്ക് കിട്ടിയെങ്കിൽ കൊള്ളാം നൈസ്. മസ്ലാപ്പ് അടിപൊളിയാണ്. സോ എന്തായാലും ഇവനെ കൊല്ലട്ടെ. സെറ്റ്. ഇപ്പം 13ാമത്തെ ലെവലാണ് നമ്മ. യെസ് ഗൈസ്, നമ്മൾ 13ാമത്തെ ലെവലായി ഗൈസ്. ഓക്കെ, അറ്റാക്കൊക്കെ കൂടി. പിജിയോട്ടോ ഗൈസ്. അവന് 2 പൊക്കിയാണുള്ളൂ. പക്ഷെ അവൻ്റെ രണ്ടാമത്തെ പൊക്കിയാണ് പിജിയോട്ടോയാണ്. അത് ഇച്ചിരി പണിയാണ് ഗൈസ്. അത് 9ാമത്തെ ലെവലാണ്. കുഴപ്പമില്ല. അപ്പോൾ എനിക്കൊന്നും ഇവനെ തന്നെ അവനെ കൊല്ലാൻ പറ്റുമല്ലോ. ഗസ്റ്റ് ഓക്കെ സംഭവിക്ക് ഇവനെ തന്നെ അവനെ കൊല്ലാൻ പറ്റും. ഇതെന്താണ്? മറ്റേ മഡ്സ്ലാപ്പ് ചെയ്ത് ടഫായിരുന്നു. ഇപ്പൊ ഇതിന്റെ ഡാമേജ് കൂടിയത് ഗസ്റ്റിന്റെ. അവൻ ബേണിങ് ആയി. സോ നമുക്ക് എന്തായാലും അവനെ കൊല്ലാൻ പറ്റും. ഇവൻ ചാവും. എന്തൊക്കെയാണ് നടക്കണത്? എന്തായാലും പോക്കിയോമോ മാറാം, അല്ലെങ്കിൽ XP ഷെയർ ചെയ്യൂല. എന്തായാലും ഈ ഗസ്റ്റും കൂടി കഴിയുമ്പോൾ അവൻ ചത്തു. ആ കസ്റ്റും കൂടി അവൻ കസ്റ്റും കൂടി ചെയ്തപ്പോൾ അവൻ ചത്തിരിക്കുന്ന വയസ്സ്. 110 XP 108 XP വെച്ച് 2 ടീം കിട്ടിയിട്ടുണ്ട്. സെറ്റ് ഗൈസ്. ഫാൽക്കൺ ജിം ലീഡർ നമ്മ ഫൈനലി തോപ്പിച്ചിരിക്കുന്നു ഗൈസ്. നമ്മുടെ ആദ്യത്തെ ജിം ലീഡറെ നമ്മ തോപ്പിച്ചു ഗൈസ്. നമുക്ക് അവൻ ബാഡ്ജ് തന്നു ഗൈസ്. ജിം ബാഡ്ജ് തന്നു അവൻ നമുക്ക്. നമ്മുടെ ആദ്യത്തെ ജിം ബാഡ്ജ്. പിന്നെ എന്തോ ടീമും തന്നു.
ഇതെന്ത് ടീമാ? എന്താണ് മഡ്സ്ലാപ്പ് കിട്ടിയിരിക്കുന്നു. നമുക്ക് 2 ഉപകാരമുണ്ട് ഇവൻ കാരണം. മഡ്സ്ലാപ്പും കിട്ടി, പിന്നെ ജിം ബാഡ്ജും കിട്ടി ഗൈസ്. എനിക്ക് സന്തോഷം ഗൈസ്. നമുക്ക് എന്തെങ്കിലും പുറത്ത് തുടങ്ങാം. മഡ്സ്ലാപ്പും കിട്ടി, ജിം ബാഡ്ജും കിട്ടി ഗൈസ്. ഇതെന്താ കോള്? മുട്ടയുടെ കാര്യം പറയണ അയാളുടെ അസിസ്റ്റൻ്റ് ഈ പോക്കിമോൺ സെൻറ്ററിലുണ്ട്. സോ അത് വന്ന് വാങ്ങാൻ. സോ അത് ഞാൻ അടുത്ത പാർട്ടി ചെയ്യാം ഗൈസ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റേ പോപ്പി പ്ലേ ടൈം പോലത്തെ ഹൊറർ വീഡിയോസ് വേണമെങ്കിലും അതും പറയാം. സോ ബൈ.